പ്രിയമുള്ളവരെയും, നാം ഈ നിമിഷം പരിശുദ്ധ ദൈവമാതാവിനോടൊപ്പം കുറച്ചു സമയം പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നിയോഗങ്ങളുമെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച്, പരിശുദ്ധ അമ്മയെ സമർപ്പിച്ച് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈ നിമിഷം നാം ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹമസൃണവും പരിശുദ്ധവുമായ സന്നിധിയിലേക്ക് അനുതാപത്തോടെ കടന്നു വരികയാണ്. വരൂ, ലോകത്തിലെ സകല തിടുക്കങ്ങളിൽ നിന്നും, ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും, മനസ്സിനെ അസ്വസ്ഥമാകുന്ന ചിന്തകളിൽ നിന്നും നമുക്ക് അല്പസമയം മാറി നിൽക്കാം. നിങ്ങളുടെ കണ്ണുകൾ സാവധാനം അടയ്ക്കുക. ഒരു നിമിഷം ദീർഘമായി ശ്വാസമെടുത്ത് മനസ്സിലെ സകല സമ്മർദ്ദങ്ങളെയും പുറന്തള്ളുക. നാം ഒറ്റയ്ക്കല്ല. നമ്മെ ഒരമ്മയെ പോലെ തഴുകുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തിലും സ്വർഗീയ രാജ്ഞിയായ മറിയത്തിൻ്റെ മാതൃസഹജമായ നിർമ്മല ഹൃദയത്തിലുമാണ് നാം ആയിരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ആശ്വാസമായ സങ്കേതമേ, പാപികളുടെ ഏക ആശ്രയമായ, തളർന്നു വീഴുന്നവരുടെ കൈത്താങ്ങായ നമ്മുടെ സ്വർഗീയ അമ്മയുടെ അരികിൽ നമുക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായും തുറന്നു വയ്ക്കാം. ദൈവപിതാവിൻ്റെ പ്രിയ പുത്രനായ ദൈവത്തിൻ്റെ വിമല മാതാവായ പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധിയുള്ള മണവാട്ടിയായ മാതാവേ, അമ്മയുടെ സന്നിധിയിൽ അണയുന്ന ഒരു മകനെയും മകളെയും അമ്മ വെറുതെ മടക്കി അയച്ചിട്ടില്ലല്ലോ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ സമയം ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ തിരുമുൻപിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. അവിടുത്തെ നിർമ്മലമായ അങ്കിത്തിന് കീഴിൽ ഞങ്ങളെ ഒളിപ്പിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ആതിഥേയർ അറിയാതെ പോയ ആ വലിയ കുറവിനെ അവിടുത്തെ സന്തോഷം തകർന്നു പോകാതിരിക്കാൻ ആരും ചോദിക്കാതെ തന്നെ തൊട്ടറിഞ്ഞ സ്നേഹനിധിയായ അമ്മേ, അവർക്ക് വീഞ്ഞില്ല എന്ന് ദൈവപുത്രനായ യേശുവിനോട് അവിടുന്ന് മന്ത്രിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ തിരിഞ്ഞു നോക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. അമ്മേ മാതാവേ, മനുഷ്യർക്ക് മുന്നിൽ തുറന്നു പറയാൻ വയ്യാത്ത കുറവുകളും അവഹേളനങ്ങളും പേറി ജീവിക്കുന്ന ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരണമേ. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കുറവാണുള്ളത്, എന്താണ് നിങ്ങളുടെ സങ്കടം എന്ന് ചോദിച്ചുകൊണ്ട് ഈ സമയം പരിശുദ്ധ മാതാവായ അമ്മ ഞങ്ങളുടെ ഹൃദയവാതിലിൽ മുട്ടണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ വീഴ്ചകളെയും പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പശ്ചാത്തപിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ അജ്ഞാതമായ വിങ്ങലുകളും രഹസ്യമായി പൊഴിച്ച കണ്ണീർത്തുള്ളികളും നിരാശകളും ഒറ്റപ്പെടലുകളും ഈ നിമിഷം അമ്മയുടെ മാറോട് ചേർത്ത് വയ്ക്കുന്നു. ദൈവവചനത്തിന് മുന്നിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പരിപൂർണമായി സ്വയം സമർപ്പിച്ച അമ്മയുടെ ആ വിശുദ്ധമായ അനുസരണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അഹങ്കാരവും സ്വാർത്ഥതയും മാറ്റി തരണമേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കാൻ തിരുക്കുരിശിൽ ചൊരിഞ്ഞ യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ തിരുമാറോട് ചേർത്തണയ്ക്കണമേ. കാരുണ്യത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ കുറവുകളിൽ ഈശോയോട് അപേക്ഷിക്കണമേ. സ്വർഗീയ രാജ്ഞി, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവിക സമാധാനം നിറയ്ക്കണമേ. ഇന്നത്തെ ഈ നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പങ്കുവയ്ക്കുന്ന നമ്മുടെ ഓരോ കുറവുകളും അപേക്ഷകളും അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെയും വിദേശങ്ങളിലും പ്രവാസത്തിലും കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെയും അമ്മയുടെ അമലോപ ഹൃദയത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കണമേ. രോഗശാന്തിക്കും ആന്തരിക സൗഖ്യത്തിനുമുള്ള അഗാധമായ സമർപ്പണം, രോഗികളുടെ ആശ്വാസവും കഷ്ടപ്പെടുന്നവരുടെ അഭയസ്ഥാനവുമായ പരിശുദ്ധ അമ്മേ, ഈ സമയം രോഗങ്ങളാലും പ്രാണവേദനകളാലും തളർന്ന് പ്രതീക്ഷകളറ്റ് അമ്മയുടെ തിരുമ്പിൽ അണഞ്ഞിരിക്കുന്ന സകല മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 103:3 വചനം പ്രഖ്യാപിക്കുന്നത് പോലെ അവിടുന്ന് നിന്റെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങളെല്ലാം സൗഖ്യമാക്കുന്നു. ഇന്ന് സൗഖ്യം നൽകുന്ന ജീവന്റെ ഉറവയായ യേശുവിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്താൻ അമ്മേ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ ക്രൂരമായി ചതച്ചരയ്ക്കപ്പെട്ട് സ്വന്തം മകൻ്റെ ദൈവപുത്രൻ്റെ തിരുശരീരത്തിൽ നിന്നൊഴുകിയ ഓരോ തിരുരക്തവും വീണുടയുന്നത് നെഞ്ചുപൊട്ടി കണ്ട വ്യാകുല മാതാവേ, രോഗിയുടെ വേദനയും അവനെ പരിചരിക്കുന്നവരുടെ ഉള്ളിലെ വിങ്ങലും അമ്മയോളം ആഴത്തിൽ മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കും? കരുണയുള്ള മാതാവേ, ഈ നിമിഷം ഞങ്ങളുടെ ശരീരത്തിൻ്റെ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള സകല അവയവങ്ങളെയും യേശുവിൻ്റെ
അപരിമേയമായ തിരുരക്തത്താൽ കഴുകി സൗഖ്യപ്പെടുത്താൻ അമ്മ ഈശോയോട് യാചിക്കണമേ. തലച്ചോറും നാഡീവ്യൂഹങ്ങളും തലച്ചോറിലെ സകല തടസ്സങ്ങളും, സ്ട്രോക്ക് വന്ന് തളർന്നുപോയ നാഡീഞരമ്പുകളും, ഓർമ്മക്കുറവും വിറയലും അലട്ടുന്ന വിട്ടുമാറാത്ത തലവേദനകളും മാറ്റി തരണമേ. കണ്ണുകളും ചെവികളും തൊണ്ടയും കാഴ്ചമങ്ങലുകൾ, കേൾവിക്കുറവുകൾ, തൊണ്ടയിലെയും ഗ്രന്ഥികളിലെയും തടസ്സങ്ങൾ എന്നിവ മാറി കർത്താവിൻ്റെ മഹത്വം ദർശിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഹൃദയത്തിലെ സകല അടവുകളും ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങളും ഈശോയുടെ കുരിശിലെ മുറിവുകളാൽ സൗഖ്യമാക്കപ്പെടട്ടെ. രക്തത്തിലെ അണുബാധകൾ, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവ മാറി രക്തം ശുദ്ധീകരിക്കപ്പെടട്ടെ. ആസ്മ, ശ്വാസം മുട്ടൽ, അലർജികൾ, ശ്വാസകോശ രോഗങ്ങൾ, അൾസർ, കരൾ, ദഹനരോഗങ്ങൾ എന്നിവയിൽ നിന്ന് ഈ നിമിഷം വിടുതൽ നൽകണമേ. വൃക്കയിലെ തടസ്സങ്ങളും കല്ലുകളും ഡയാലിസിസിന് ആവശ്യമായി വരുന്ന അവസ്ഥകളും മാറ്റിത്തരണമേ. തേയ്മാനം വന്ന നട്ടലുകളും മുട്ടുകളും വല്ലാത്ത അസ്ഥിവേദനകളും നടക്കാൻ കഴിയാതെ വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്ന മക്കളെ അമ്മയുടെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. ക്യാൻസർ എന്ന പേടി സ്വപ്നത്താൽ ഭയന്ന് ജീവിക്കുന്നവരെ ഓർക്കുന്നു. കീമോതെറാപ്പിയുടെയും റേഡിയേഷൻ്റെയും കഠിനമായ വേദന അനുഭവിക്കുന്ന മക്കളുടെ ശരീരത്തിലെ സകല അർബുദ കോശങ്ങളെയും യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ ദഹിപ്പിച്ചു കളയണമേ. പരിശുദ്ധ അമ്മേ, അവിടുത്തെ മാതൃസഹജമായ കരം അത്തരം ട്യൂമറുകൾക്കും മുറിവുകൾക്കും മീതെ വയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ശരീരത്തേക്കാൾ ആഴത്തിൽ മനസ്സിൽ വലിയ മുറിവുകളോട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകളാൽ തകർന്നു പോയവർ, വഞ്ചിക്കപ്പെട്ടവർ, അവഹേളിക്കപ്പെട്ടവർ, ബാല്യകാലത്തുണ്ടായ ദുരനുഭവങ്ങളുടെ ഭാരം പേറുന്നവർ, ഡിപ്രഷൻ കാരണം കാണാത്ത ഭയം, പാനിക് അറ്റാക്ക്, ആത്മഹത്യാ ചിന്തകൾ, ഉറക്കമില്ലായ്മ എന്നിവയാൽ നെഞ്ചുപൊട്ടി കരയുന്നവരുടെ അടുത്തേക്ക് അമ്മ ഇറങ്ങി വരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, മാതാവ് ജുവാൻ ഡിയാഗോയോട് മന്ത്രിച്ച ആ പരിശുദ്ധമായ വാക്കുകൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. മകനെ, ഭയപ്പെടേണ്ട, അസ്വസ്ഥനാകേണ്ട, നിന്റെ അമ്മയായ ഞാൻ ഇവിടെ ഒപ്പമില്ലേ, എൻ്റെ മടിത്തട്ടിലല്ലേ നീ ഇരിക്കുന്നത്. അമ്മേ, ആ മാതൃസ്നേഹത്തിൻ്റെ ചൂടിൽ ഞങ്ങളുടെ സകല മാനസിക ഭയങ്ങളും അരക്ഷിതാവസ്ഥകളും ഉത്കണ്ഠകളും ഉരുകിപ്പോകട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവിക സമാധാനം ഒഴുകിയെത്തട്ടെ. ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് പരമ്പരയായി കൈമാറി വന്ന രോഗങ്ങളുടെയും പൈശാചിക ബന്ധനങ്ങളുടെയും കണ്ണികൾ യേശുവിൻ്റെ തിരുരക്തത്താൽ മുറിക്കപ്പെടട്ടെ. പൈശാചിക സാന്നിധ്യത്താലും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളാലും അസ്വസ്ഥരാകുന്ന മക്കളെ അമ്മയുടെ അമരോത്ഭവ മേലങ്കിയാൽ മറച്ചു കാത്തുകൊള്ളണമേ. സൗഖ്യദായകനായ യേശുവേ, അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളുടെ രോഗഗ്രസ്തമായ ശരീരത്തെ കഴുകി സുഖപ്പെടുത്തണമേ. വ്യാകുല മാതാവേ, ഞങ്ങളുടെ ആന്തരിക മുറിവുകളിൽ ആശ്വാസത്തിൻ്റെ തൈലം പൂശണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വ്യക്തിപരമായ രോഗങ്ങളെയും മാനസിക വിഷമങ്ങളെയും നിശബ്ദതയോടെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് മോചനത്തിനായുള്ള പ്രാർത്ഥന. പരിശുദ്ധ അമ്മേ മാതാവേ, സ്വർഗീയ ഖജനാവുകളുടെ വിശ്വസ്ത സൂക്ഷിപ്പുകാരിയും കുരുക്കുകൾ അഴിക്കുന്ന മാതാവുമായ പരിശുദ്ധ അമ്മേ, ഈ സമയം ജീവിതത്തിൽ കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ഭാരമേറിയ കടബാധ്യതകളിലൂടെയും തടസ്സങ്ങളിലൂടെയും കടന്നു പോകുന്ന സകല മക്കളെയും അവിടുത്തെ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വചനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കും. അതുപോലെ ഹഗ്ഗായി 2:8 കർത്താവ് പ്രഖ്യാപിക്കുന്നു, വെള്ളിയും പൊന്നും എനിക്കുള്ളതാണ്. ദൈവിക സമൃദ്ധിയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവയായ യേശുവിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുവാൻ അമ്മയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി ഇരുളടഞ്ഞ വഴികളിൽ നിൽക്കുന്ന മക്കൾക്ക് അമ്മ പ്രത്യാശയുടെ നക്ഷത്രമായി ഉദിക്കണമേ. കടബാധ്യതകളും ദാരിദ്ര്യത്തിലുമുള്ള അഗാധമായ സമർപ്പണം. പരിശുദ്ധ അമ്മേ മാതാവേ, കാരുണ്യമുള്ള അമ്മേ, ഇന്ന് അനേകം കുടുംബങ്ങൾ സാമ്പത്തികമായ തകർച്ച മൂലം ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കുകയാണ്. നാളത്തെ പകലിനെ എങ്ങനെ നേരിടുമെന്ന ഭയത്തോടെ കഴിയുന്ന അനേകരുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ, എല്ലാവരെയും അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കടക്കെണികളും അവഹേളനങ്ങളും വലിയ തുകകൾ കടം വാങ്ങി തിരിച്ചടയ്ക്കാൻ കഴിയാതെ വാതിലിൽ മുട്ടുന്ന കടക്കാരുടെ മുമ്പിൽ അപമാനിതരാകുന്ന മക്കളെ പരിശുദ്ധ അമ്മേ അവിടുന്ന് കരുണയോടെ നോക്കി കാണണമേ. ബാങ്ക് ജപ്തി നോട്ടീസുകൾ കണ്ട് വിറയ്ക്കുന്ന കുടുംബങ്ങൾ, മാസവാടക അടയ്ക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ, കുട്ടികളുടെ പഠന ചെലവോ എങ്ങനെ നൽകുമെന്നറിയാതെ നിരാശരാകുന്നവർ, കടബാധ്യതകൾ മൂലം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ ഓടിയെത്തണമേ.
മകനെ മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഈശോ നിനക്കൊരു വഴി തുറക്കും എന്ന് അവരുടെ കാതിൽ മന്ത്രിക്കണമേ. വഞ്ചിക്കപ്പെട്ടതിലൂടെ പണനഷ്ടമായവർ, ചിട്ടി കമ്പനികളാലും മറ്റ് ബിസിനസ് പങ്കാളികളാലും ചതിക്കപ്പെട്ട് സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടവർ, എത്ര അധ്വാനിച്ചിട്ടും കയ്യിൽ പണം നൽകാതെ അനാവശ്യമായി ആശുപത്രി ചെലവുകളിലൂടെയും മറ്റും ചോർന്നു പോകുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് വന്ന ദാരിദ്ര്യത്തിൻ്റെ അരൂപിയെ യേശുവിൻ്റെ തിരുരക്താൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ സന്തോഷത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആരും ചോദിക്കാതെ തന്നെ അമ്മ ഇടനില നിന്നുവല്ലോ. ഇന്ന് സാമ്പത്തിക അടിത്തറ തകർന്ന് ആത്മാഭിമാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് ആകാശത്തിൻ്റെ അരുവികൾ തുറന്ന് ദൈവീക അനുഗ്രഹത്തിൻ്റെ വീഞ്ഞ് ചൊരിയണമേ. തൊഴിലില്ലാതെ യുവജനങ്ങൾ വർഷങ്ങളായി പഠിച്ചിട്ടും യോഗ്യതയ്ക്കനുസരിച്ച് തൊഴിൽ ലഭിക്കാതെ അഭിമുഖങ്ങളിൽ വീണ്ടും വീണ്ടും പരാജയപ്പെട്ട് നിരാശരായി കഴിയുന്ന യുവതി യുവാക്കളെ പരിശുദ്ധ അമ്മേ അവിടുന്ന് കാണണമേ. അവരുടെ കണ്ണീരിന് ഫലമുണ്ടാകട്ടെ. അവർക്കായി അനുയോജ്യമായ തൊഴിലിൻ്റെ അടഞ്ഞ വാതിലുകൾ അമ്മയുടെ മധ്യസ്ഥതയാൽ അത്ഭുതകരമായി തുറക്കപ്പെടട്ടെ. തൊഴിലിടങ്ങളിൽ അംഗീകാരം ലഭിക്കാതെയും അർഹതപ്പെട്ട സ്ഥാനക്കയറ്റം ലഭിക്കാതെയും വേദനിക്കുന്നവർക്ക് അമ്മേ, പരിശുദ്ധ അമ്മേ, നീതി ലഭിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കച്ചവട മേഖലകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വലിയ നഷ്ടം സംഭവിച്ച് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ തളർന്നുപോയ മക്കൾക്ക് വീണ്ടും എഴുന്നേൽക്കുവാനുള്ള ബുദ്ധിയും ധൈര്യവും യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ. സാമ്പത്തിക തടസ്സങ്ങൾ മാറി അവരുടെ സംരംഭങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രാപ്പകൽ മണ്ണിൽ വിയർപ്പൊഴുക്കിയിട്ടും വിളനാശത്താലും വിലത്തകർച്ചയാലും കണ്ണീർ കുടിക്കുന്ന കർഷകരായ മക്കളെ തിരുക്കുടുംബത്തിൻ്റെ നാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിനൊപ്പം ഞങ്ങൾ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരുടെ അധ്വാനത്തിന് 100 മേനി ഫലം ലഭിക്കട്ടെ. നാടും വീടും വിട്ട് മണലാരണ്യത്തിലും മഞ്ഞിലും കഷ്ടപ്പെടുന്ന പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രത്യേകമായി അമ്മയുടെ ഹൃദയത്തിൽ ഒളിപ്പിക്കുന്നു. വേതനം ലഭിക്കാതെ വിസ തടസ്സങ്ങളിൽ കുടുങ്ങി ജോലി നഷ്ടപ്പെടൽ ഭീഷണിയിൽ കഷ്ടപ്പെടുന്നവർക്ക് ദൈവീക സംരക്ഷണം നൽകണമേ. അവരുടെ ഓരോ തുള്ളി വിയർപ്പും സ്വർഗം എണ്ണട്ടെ. അപ്പോസ്തലന്മാരോടൊപ്പം സെഹേനി ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അധ്വാന മേഖലകളിലേക്കും ഞങ്ങളുടെ സമ്പാദ്യങ്ങളിലേക്കും ഞങ്ങളുടെ ജീവനമാർഗങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കടന്നു വരുവാൻ അമ്മ ഈശോയോട് യാചിക്കണമേ. നിയമാവർത്തനം 28:12 വചനം പ്രഖ്യാപിക്കുന്നത് പോലെ കർത്താവ് തനിക്കുള്ള നല്ല ഭണ്ഡാരമായ ആകാശം തുറന്ന് തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ പെയ്യിക്കുകയും നിന്റെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ വചനം ഇന്ന് ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറട്ടെ. സാമ്പത്തിക കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും കടങ്ങൾ വീട്ടുവാനും ഞങ്ങളെ വഞ്ചിച്ചവരോട് ക്ഷമിക്കുവാനുമുള്ള ദൈവിക ജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗീയ ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരിയായ പരിശുദ്ധ അമ്മേ, ദാരിദ്ര്യത്തിൻ്റെ അരൂപികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കുരുക്കുകൾ അഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ കടബാധ്യതകളുടെയും സാമ്പത്തിക തടസ്സങ്ങളുടെയും കുരുക്കുകൾ അഴിച്ചു മാറ്റണമേ. അഭയദായകനായ യേശുവേ, അമ്മയുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവിക സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കണമേ. ഒരു നിമിഷം നിങ്ങളുടെ സാമ്പത്തിക ഭാരങ്ങളെയും കടങ്ങളെയും ബാങ്ക് ജപ്തി ഭീഷണി നേരിടുന്ന ബുദ്ധിമുട്ടുകളും പരാജയപ്പെട്ട ബിസിനസ്സുകളെയും തൊഴിൽ ലഭിക്കാത്ത ബുദ്ധിമുട്ടുകളും എല്ലാം നിശബ്ദമായ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. കുരുക്കുകൾ അഴിക്കുന്ന മാതാവേ, അഴിച്ചെടുക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ജീവിത പ്രതിസന്ധികളോടെ ഞങ്ങൾ അമ്മയുടെ തൃപ്പാദത്തിൽ അണയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമില്ലായ്മയും സംശയങ്ങളും മൂലം വിവാഹമോചനത്തിന് വക്കിലെത്തി നിൽക്കുന്ന ബന്ധങ്ങളിലേക്ക് അമ്മ സ്നേഹത്തിൻ്റെ തൈലം ഭൂഷണമേ. വിദ്വേഷത്തിൻ്റെയും വഴക്കിൻ്റെയും ആത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് കുടുംബങ്ങളിൽ കർത്താവിന് സമാധാനം പുനഃസ്ഥാപിക്കണമേ. ദുശീലങ്ങൾക്കും മദ്യത്തിനും ലഹരി മരുന്നുകൾ അടിമകളായി സ്വന്തം ജീവിതവും മാതാപിതാക്കളുടെ കണ്ണീരും കാണാതെ പോകുന്ന മക്കളെ അമ്മയുടെ മധ്യസ്ഥതയാൽ വിടുവിക്കണമേ. വൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അധർമ്മ ചിന്തകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ. പഠനത്തിൽ പിന്നോക്കം പോകുന്ന കുട്ടികൾക്ക് നല്ല ജ്ഞാനവും ഏകാഗ്രതയും നൽകണമേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കാതെ വിഷമിക്കുന്ന മക്കൾക്ക് നല്ല ബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത് നൽകണമേ. കോടതി കേസുകളിൽ കുടുങ്ങി നീതി നിഷേധിക്കപ്പെട്ടവർ, ശത്രുക്കളുടെ ദുരുപദ്രവങ്ങളാൽ വലയുന്നവർ, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് അസ്വസ്ഥരാകുന്നവർ എന്നിവരെ അമ്മയുടെ സംരക്ഷണത്തിന് മേലങ്ങിക്കൊണ്ട് പൊതിയണമേ. അമ്മയുടെ നിർമ്മല ഹൃദയം ഞങ്ങൾക്ക് ഉറപ്പുള്ള കോട്ടയായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിലെ പ്രത്യേക ആവശ്യങ്ങൾക്കായി മൗനമായി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക.
നമ്മുടെ പ്രത്യേക മധ്യസ്ഥ യാചനകളും പരിശുദ്ധ അമ്മയോട് നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞങ്ങൾ അണയുന്നു. വിലപിച്ചു കണ്ണുനീർ ചിന്തി പാപികളായ ഞങ്ങൾ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ ജപമാലയിലെ സന്തോഷത്തിന്റെ രഹസ്യം. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി പരിശുദ്ധ മാതാവിന് കാഴ്ചവെക്കുക. സ്നേഹനിധിയായ പരിശുദ്ധ അമ്മേ, ഇത്രയും സമയം അമ്മയുടെ കൂടെ ആയിരുന്ന ഞങ്ങളോടൊപ്പം ആയിരുന്നതിനാൽ നന്ദി. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോ മക്കളുടെ നിയോഗങ്ങളെയും കണ്ണുനീരിനെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് ആന്തരികവും ശാരീരികവുമായി സൗഖ്യം നൽകിയതിനായി നന്ദി. സാമ്പത്തിക ഭാരങ്ങളിൽ നിന്ന് വിടുതൽ നൽകിയതിനായി നന്ദി. തകർന്ന കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നിറച്ചതിനായി നന്ദി. ഞങ്ങളുടെ ആയുസിൻ്റെ അവസാനം വരെയും പരിശുദ്ധ അമ്മയെ ഞങ്ങളെ കൈവിടരുതേ. എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. ഞങ്ങളുടെ അപേക്ഷകളെല്ലാം ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.